നമ്മുടെ വഴിയോരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യച്ചാക്കുകൾ ഇതൊരു സ്ഥിരം കാഴ്ചയാണല്ലേ. എന്നാലൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ മാലിന്യ കൂമ്പാരങ്ങളെ അതേ സ്ഥലത്തു വെച്ച് തന്നെ അപ്പത്തന്നെ സംസ്കരിച്ച് പണമാക്കി മാറ്റുന്നൊരു മാജിക് വണ്ടി വന്നാലോ? അങ്ങനൊരു വിപ്ലവകരമായ ആശയമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. MSBV അഥവാ മൊബൈൽ സ്ക്രാപ്പ് ബേലിംഗ് വെഹിക്കിൾ. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് വെറുമൊരു കണ്ടുപിടുത്തത്തിന്റെ കഥയല്ല, മറിച്ച് ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നെഞ്ചുവിരിച്ചു പറയാൻ ധൈര്യമുള്ളൊരാളുടെ കഥയാണ്. ആ വ്യക്തിയാണ് ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം, അഷ്റഫ് ഷാഫി. ആദ്യം തന്നെ നമുക്ക് ഈ പ്രശ്നം എത്രത്തോളം വലുതാണെന്നൊന്ന് നോക്കാം. വഴിയരികിൽ ഇങ്ങനെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. വെറുമൊരു കാഴ്ചയുടെ പ്രശ്നം മാത്രമല്ല ഇത്. ആ ദുർഗന്ധം, രോഗങ്ങൾ പടരാനുള്ള സാധ്യത, പരിസര മലിനീകരണം, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തലങ്ങളുള്ള ഒരു വലിയ പ്രതിസന്ധി തന്നെയാണിത്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, കേരളത്തിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരൊക്കെ വീടുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് ഈ മാലിന്യം ശേഖരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യം തീർന്നോ? ഇല്ല. ഈ ചാക്കുകളെല്ലാം അവസാനം എവിടെയാ എത്തുന്നത്? പലപ്പോഴും നമ്മുടെയെല്ലാം കൺമുന്നിൽ റോഡരികിൽ തന്നെ ദിവസങ്ങളോളം കിടക്കും. ഇതൊരു കാര്യക്ഷമതയില്ലാത്ത സാംക്ട് ക്രൂഗ് മാത്രമല്ല, പൊതുജനാരോഗ്യത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. അപ്പോ ഏതൊരു വലിയ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആ പരിഹാരത്തിന് പിന്നിൽ ഒരു വ്യക്തിയും കാണും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച ആ ഇന്നൊവേറ്ററെ പരിചയപ്പെടാം. ഇദ്ദേഹമാണ് അഷ്റഫ് ഷാഫി. മാലിന്യ സംസ്കരണ രംഗത്ത് വെറുമൊരു സംരംഭകനല്ല, ഒരു യഥാർത്ഥ ഇന്നൊവേറ്റർ. അദ്ദേഹത്തിന്റെ തലയിലുദിച്ച ഒരു കിടിലൻ ആശയമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി പേറ്റന്റ് നേടിയ ഈ മൊബൈൽ സ്ക്രാപ്പ് ബെയിലിംഗ് വെഹിക്കിൾ, ചുരുക്കത്തിൽ MSBV. 16 വർഷത്തിലേറെ. ഒന്ന് ഓർത്തു നോക്കൂ, അതൊരു ചെറിയ കാലയളവല്ല. മാലിന്യ സംസ്കരണ മേഖലയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് അഷ്റഫ് ഷാഫിയുടെ ഏറ്റവും വലിയ കരുത്ത്. വെറുതെ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച അറിവല്ല, മറിച്ച് ഈ പ്രശ്നത്തിന്റെ ദുർഗന്ധം നേരിട്ടറിഞ്ഞാണ് അദ്ദേഹം ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലായി, അതിന് പിന്നിലെ ആളെയും നമ്മൾ കണ്ടു. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഈ MSBV? എങ്ങനെയാണ് ഒരൊറ്റ വാഹനം കൊണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. ഇതൊരു സാധാരണ ട്രക്കല്ല, പകരം ചലിക്കുന്നൊരു മിനി ഫാക്ടറിയാണെന്ന് പറയാം. മാലിന്യം എവിടെയാണോ കുന്നുകൂടി കിടക്കുന്നത്, അങ്ങോട്ടേക്ക് ഈ വണ്ടി ചെല്ലുന്നു. അതിനെ അവിടെ വെച്ച് തന്നെ സംസ്കരിച്ച് ഒതുക്കമുള്ള കെട്ടുകളാക്കി മാറ്റുന്നു. എല്ലാം ഒരൊറ്റ സ്പോട്ടിൽ. അതാണ് ഇതിനൊരു ഗെയിം ചേഞ്ചറാക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ആദ്യം തന്നെ വാഹനത്തിലുള്ള ഒരു ക്രെയിൻ വന്ന് ഈ മാലിന്യച്ചാക്കുകളെല്ലാം പൊക്കിയെടുത്ത് മെഷീനിലിടുന്നു. അടുത്ത നിമിഷം ആ മാലിന്യമൊക്കെ ഉയർന്ന മർദ്ദത്തിൽ അമർന്ന് നല്ല ഒതുക്കമുള്ളൊരു കെട്ടായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ തന്നെ അതിന്റെ ഭാരം എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിലേറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊന്നും വേറെ കറണ്ടോ ജനറേറ്ററോ ഒന്നും വേണ്ട. വണ്ടിയുടെ എഞ്ചിൻ പവർ മാത്രം മതി ഇതെല്ലാം പ്രവർത്തിക്കാൻ. അപ്പോൾ ഇതെന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനമെന്താണ്? ഇതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആ വ്യത്യാസം നോക്കൂ, അത് ശരിക്കും വളരെ വലുതാണ്. പഴയ രീതിയിൽ എന്താ സംഭവിക്കുന്നത്? മാലിന്യം ശേഖരിക്കുന്നു, അത് വേറൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് തരംതിരിക്കുന്നു, പിന്നെയും വേറൊരിടത്ത് കൊണ്ടുപോയി സംസ്കരിക്കുന്നു. ഒരുപാട് സ്റ്റെപ്പുകൾ, ഒരുപാട് പണം, ഒരുപാട് സമയം. പക്ഷേ MSBV വന്നാലോ? എല്ലാ ജോലിയും ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റയടിക്ക് തീരുന്നു. നമ്മൾ ലാഭിക്കുന്നത് വെറും പണമല്ല, നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജവും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ആകെത്തുക എന്താണ്? 1, ചിലവ് ഗണ്യമായി കുറയുന്നു. 2, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, നമ്മുടെ കാർബൺ ഫുട്പ്രിന്റ് കുറയും. 3, ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ച പേറ്റന്റുള്ള ഒരു ടെക്നോളജിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഗുണം കിട്ടുന്നത് ആത്യന്തികമായി നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. നമുക്ക് ലഭിക്കുന്നത് വൃത്തിയുള്ള ഒരു നാടും മെച്ചപ്പെട്ട ഒരു ഭാവിയുമാണ്, അല്ലേ? നമ്മൾ സംസാരിക്കുന്നത് ചെറിയൊരു മാർക്കറ്റിനെക്കുറിച്ചല്ല കേട്ടോ. ഇന്ത്യയിലെ മാലിന്യ സംസ്കരണ വിപണിയുടെ മൂല്യം ഏകദേശം $14 ബില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും വലിയൊരു അവസരത്തിലേക്കാണ് MSBV എന്ന ഈ ഒരൊറ്റ ആശയം വാതിൽ തുറന്നു തരുന്നത്. ശരി, അപ്പോൾ ഈ ഒരു ടെക്നോളജിയുടെ ഭാവി എന്താണ്? ഇന്ത്യയുടെ ശുചിത്വ ഭാവിയെ ഇതെങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്? ഏതൊരു വലിയ കണ്ടുപിടുത്തത്തിനും പിന്നിലും ഒരു യാത്രയുടെ കഥയുണ്ടാകും. ഇവിടെ അത് തുടങ്ങുന്നത് 16 വർഷത്തെ അനുഭവസമ്പത്തിൽ നിന്നാണ്. പിന്നീട് അതൊരു പേറ്റന്റുള്ള കണ്ടുപിടുത്തമായി മാറി. ഇനി ഇന്ത്യയുടെ മാലിന്യ സംസ്കരണത്തിന്റെ തലവര മാറ്റിയെഴുതാൻ ഒരുങ്ങുകയാണ് MSBV. വരുന്ന 2025 എന്ന വർഷം നമുക്ക് ഓർത്തുവെക്കാം. ഒരുപക്ഷെ അതൊരു പുതിയ തുടക്കത്തിന്റെ വർഷമായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ,
ഇത് വലിയ മെട്രോ നഗരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല. വലിയ കോർപ്പറേഷനുകൾ മുതൽ നമ്മുടെ നാട്ടിലെ ചെറിയ പഞ്ചായത്തുകൾ വരെ, സ്വകാര്യ സ്ക്രാപ്പ് ഡീലർമാർ മുതൽ വലിയ റീസൈക്ലിംഗ് യൂണിറ്റുകൾ വരെ ആർക്കും ഇത് ഒരുപോലെ പ്രയോജനപ്പെടുത്താം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. അപ്പോൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. നാളെ മുതൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ മാലിന്യ കൂമ്പാരം കാണാതാവുന്നു. അത് കൊണ്ടുപോകാൻ വരുന്ന ഒരു സാധാരണ ട്രക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ തലവേദന മാറ്റുന്ന ഒരു സൂപ്പർ ഹീറോ ആണെങ്കിലോ? ഒരുപക്ഷേ നമ്മുടെ ഈ വലിയ പ്രശ്നത്തിനുള്ള ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അടുത്തായിരിക്കാം. നമ്മുടെ റോഡുകളിൽ തന്നെ ഉണ്ടാകാം.